പശ്ചിമ കൊച്ചിയിലെ ചുള്ളിക്കൽ പ്രദേശത്തിൻ്റെ ആത്മീയ, ഭൗതിക, സാംസ്കാരിക പുരോഗതിയിൽ തനതായ പങ്കുവഹിച്ച ചുള്ളിക്കൽ സെൻറ്റ് ജോസഫ് ബത്ലഹേം ഇടവക ദേവാലയത്തിന് AD 1868 മുതലുള്ള ചരിത്രം വിളിച്ചറിയിക്കുവാനുണ്ട്. അതിപുരാതനമായ കൊച്ചി രൂപതാ ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള ആദ്യത്തെ ചാപ്പൽ സ്ഥാപിതമായത് ചുള്ളിക്കലായിരുന്നു. കേരള ദേവാലയ ചരിത്രത്തിൽ സമുന്നത സ്ഥാനം വഹിക്കുന്ന മട്ടാഞ്ചേരി ജീവമാതാ ഇടവകയുടെ തെക്കേ അതിർത്തിയിൽ ഉൾപ്പെട്ടതായിരുന്നു ചുള്ളിക്കൽ പ്രദേശം. മട്ടാഞ്ചേരി ഇടവകയുടെ തെക്കേ അതിർത്തിയിൽ താമസിച്ചിരുന്ന സാധാരണക്കാരായ വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തിന് ഒരു ദേവാലയം അനിവാര്യമാണെന്ന് മനസ്സിലാക്കി തങ്ങളുടെ കുടുംബ സ്വത്തിൽ നിന്നും 61 സെൻറ്റ് സ്ഥലം ദാനമായി നൽകിയ ചുള്ളിക്കൽ വൈക്കത്തുശ്ശേരി കുടുംബത്തിൽ നിന്നാണ് ഈ പ്രദേശത്തിന് ചുള്ളിക്കൽ എന്ന പേര് ലഭിച്ചത്. 1868 പ്രദേശവാസികൾ ഓലമേഞ്ഞ ഒരു കുരിശുപുരയിൽ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വണക്കം ആരംഭിച്ചിരുന്നു. സ്ഥലവാസികൾ ഭൂരിഭാഗം പേരും മരപ്പണിക്കാരും കൽപ്പണിക്കാരുമായ സാധാരണ ജീവിതം നയിച്ചവരായിരുന്നു. 1883 ഓലമേഞ്ഞ കുരിശുപുരയുടെ സ്ഥാനത്ത് ഒരു ചെറിയ ചാപ്പൽ നിർമ്മിക്കപ്പെട്ടു. ദേവാലയ നിർമ്മാണത്തിന് മുൻപ് തന്നെ 1888 വൈദിക മന്ദിരത്തിൻ്റെ പണി പൂർത്തിയാക്കപ്പെട്ടിരുന്നു. 1889 ചെറിയ ചാപ്പലിൻ്റെ സ്ഥാനത്ത് മട്ടാഞ്ചേരി ഇടവകയും ചുള്ളിക്കൽ നിവാസികളും ചേർന്ന് ബറോക്ക് മാതൃകയിൽ സാമാന്യം വലിപ്പത്തിലുള്ള ഒരു ദേവാലയം പണിതീർത്ത് തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന് പ്രതിഷ്ഠിച്ചു. നസ്രത്ത് തിരുക്കുടുംബ ദേവാലയത്തിൻ്റെ കിഴക്കുവശത്തായി നിർമ്മിക്കപ്പെട്ട ഈ പുതിയ ദേവാലയത്തിന് സെൻറ്റ് ജോസഫ് ബത്ലഹേം ദേവാലയം എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. ഈ പള്ളിയുടെ സമീപത്തായിരുന്നു മട്ടാഞ്ചേരി ഇടവകയുടെ സിമിത്തേരി. ഇടവക സിമിത്തേരി പള്ളിയായും ഈ ദേവാലയം ഉപയോഗിച്ചിരുന്നു. 1889 മുതൽ 1974 കാലഘട്ടം വരെ മട്ടാഞ്ചേരി ജീവമാതാ പള്ളി സഹവികാരിമാരായിരുന്നു ചുള്ളിക്കൽ പള്ളിയിൽ ചാപ്ലിന്മാരായി സേവനം അനുഷ്ഠിച്ചിരുന്നത്. ചുള്ളിക്കൽ പള്ളിയിൽ നിയമിതനായി ആദ്യ ചാപ്ലിൻ സീറോ മലബാർ സഭാംഗമായ റവറൻ ഫാദർ ജോർജ് മലമേൽ ആയിരുന്നു. ചുള്ളിക്കൽ പള്ളി ഒരു സ്വതന്ത്ര ഇടവകയായി ഉയർത്തപ്പെട്ട 1974 വരെയുള്ള കാലഘട്ടത്തിൽ 11 ചാപ്ലിന്മാർ ഈ പള്ളിയിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു. ഇതിൽ 1954 മുതൽ 23 വർഷക്കാലം ചുള്ളിക്കൽ പള്ളിയിൽ സേവനമനുഷ്ഠിച്ച പെരിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ മാത്യു കോതകത്തിൻ്റെ സേവന കാലഘട്ടം ചുള്ളിക്കൽ ഇടവകയുടെ ആത്മീയ സാംസ്കാരിക വളർച്ചയിൽ ഏറ്റവും സമുന്നതമായ കാലമായിരുന്നു എന്നത് ഒരു ചരിത്ര സത്യമാണ്. ദൈവാലയങ്ങളോടൊപ്പം വിദ്യാലയങ്ങളും സ്ഥാപിക്കുക എന്നത് ക്രിസ്തീയ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. 1910 മുതൽ പള്ളിവക ഒരു കുടിപ്പള്ളിക്കുടം പള്ളിയോടനുബന്ധിച്ച് പ്രവർത്തിച്ചിരുന്നു. 1925 വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നാമധേയത്തിൽ ആരംഭിച്ച പ്രൈമറി വിദ്യാലയം 1933 അപ്പർ പ്രൈമറി വിദ്യാലയമായും 1983 റവറൻ ഫാദർ ജേക്കബ് പീഡിയക്കൽ വികാരിയായിരുന്ന കാലത്ത് ഹൈസ്കൂളായും ഉയർത്തപ്പെട്ടു. ചുള്ളിക്കൽ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ നിർണായകമായ സ്വാധീനം ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിനുണ്ട്. 1945 കാലഘട്ടത്തിൽ റവറൻ ഫാദർ ജോസഫ് ചിറമേലിൻ്റെ ശുശ്രൂഷാകാലത്ത് വിശുദ്ധ ഫിലോമിനായുടെ അത്ഭുത പ്രവർത്തനത്തിൽ ചുള്ളിക്കൽ പള്ളി വിശ്വപ്രസിദ്ധമായിരുന്ന പഴയ ഇടവക ദേവാലയത്തിൻ്റെ സമീപത്തുണ്ടായിരുന്ന വിശുദ്ധ ഫിലോമിനായുടെ ഗ്രോട്ടോ ഈ ഓർമ്മകളുടെ ചരിത്രം അനുസ്മരിച്ചിരുന്നു. 1965 മുതൽ വിശുദ്ധ അന്തോണീസിൻ്റെ കൊച്ചിയിലെ പ്രഥമ തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിലും ചുള്ളിക്കൽ പള്ളി പ്രസിദ്ധമായ ഇടവക ദേവാലയത്തിൻ്റെ പടിഞ്ഞാറുവശത്തായി നിലകൊള്ളുന്ന വിശുദ്ധ അന്തോണീസിൻ്റെ കപ്പേളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള തിരുസ്വരൂപം ഉദ്ദേശം 4 തലമുറയ്ക്ക് മുൻപ് അരിവീട്ടിൽ എന്നറിയപ്പെടുന്ന ഇല്ലിപ്പറമ്പിൽ മത്തായിക്ക് കടലിൽ നിന്ന് ലഭിച്ചതാണ്. ഏകദേശം 15 ഇഞ്ച് ഉയരമുള്ള
തിരുസ്വരൂപം 1920 സ്ഥാപിച്ച് ഭജനപ്പുരയിൽ പ്രതിഷ്ഠിച്ച് സ്ഥലവാസികൾ പ്രാർത്ഥിച്ചിരുന്നു. ഈ ഭജനപ്പുരയുടെ സ്ഥാനത്ത് 1965 ചുള്ളിക്കൽ പള്ളിയിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന ബഹുമാനപ്പെട്ട മാത്യു കോതകത്തച്ഛനും സ്ഥലവാസികളും ചേർന്ന് ഒരു പുതിയ കപ്പേള പണിതീർക്കുകയും വിശുദ്ധ അന്തോണീസിൻ്റെ ഭക്തനായ മാത്യു അച്ഛൻ പാതുവായിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് ചാപ്പലിൽ തിരുസ്വരൂപത്തോടൊപ്പം പ്രതിഷ്ഠിച്ച് ചൊവ്വാഴ്ച തോറും വിശുദ്ധൻ്റെ പേരിൽ നൊവേന ആരംഭിക്കുകയും ചെയ്തു. 1974 മെയ് 5 ചുള്ളിക്കൽ സെൻറ് ജോസഫ് ബെത്ലഹേം ദേവാലയത്തെ അന്നത്തെ കൊച്ചി മെത്രാനായിരുന്ന ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ അലക്സാണ്ടർ എടയെഴുത്ത് തിരുമേനി ഒരു സ്വതന്ത്ര ഇടവകയായി ഉയർത്തുകയും 1954 മുതൽ ചാപ്ലിനായി സേവനമനുഷ്ഠിച്ചു വന്ന പെരിയ ബഹുമാനപ്പെട്ട മോൺസിനോർ മാത്യു കോതകത്തിനെ പുതിയ ഇടവകയുടെ പ്രഥമ വികാരിയായി നിയമിക്കുകയും ചെയ്തു. റവറൻഡ് ഫാദർ ജോർജ് കുരിശിങ്കലായിരുന്നു ആദ്യത്തെ സഹവികാരി. തുടർന്ന് രൂപതയിലെ പ്രമുഖരായ പല വൈദിക ശ്രേഷ്ഠരും ചുള്ളിക്കൽ ഇടവകയിൽ സേവനം അനുഷ്ഠിക്കുകയുണ്ടായി. ഇടവകയുടെ ആത്മീകവും ബൗദ്ധികവുമായ പുരോഗതിയിൽ അതീവ തൽപരരായിരുന്നു ഇടവകയിൽ സേവനം ചെയ്ത എല്ലാ വൈദികരും. ഇടവകയുടെ ആരാധനാക്രമ ശുശ്രൂഷകൾ അതിമനോഹരവും ഭക്തിസാന്ദ്രവുമാക്കുന്നതിന് സഹായിക്കുന്ന നല്ലൊരു ഗായക സംഘം ഇടവകയുടെ അഭിമാനമാണ്. വളർന്നു വരുന്ന തലമുറയ്ക്ക് വിശ്വാസം പകർന്നു നൽകാൻ വിശ്വാസ തീക്ഷ്ണതയും ഇടവക പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളുമായിരുന്ന ഒരു സംഘം മതാധ്യാപകർ ഇടവകയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. സ്വതന്ത്ര ഇടവക ആയതോടെ ഭക്തസംഘടനകളും യുവജന പ്രസ്ഥാനവും ഇടവകയിൽ വളരെ സജീവമായി. മരിയൻ സൊഡാലിറ്റി, ലീജിയൻ ഓഫ് മേരി, സെൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റി, ചെറുപുഷ്പ മിഷൻ ലീഗ്, ജീസസ് യൂത്ത്, സീനിയർ സിറ്റിസൺ ഫോറം, KCYM, KLCA തുടങ്ങിയ സംഘടനകളുടെ രൂപതാ ഭാരവാഹികൾ പലരും ചുള്ളിക്കൽ ഇടവകാംഗങ്ങളായിരുന്നു. മോൺസിഞ്ഞോർ മാത്യു കോതകത്തിൻ്റെ പിൻഗാമിയായി നിയമിതനായ റവറൻഡ് ഫാദർ അഗസ്റ്റിൻ പുളിത്തറ ഇടവക ദേവാലയത്തിൻ്റെ പഴയ രീതിയിലുള്ള അൾത്താര പൊളിച്ചു മാറ്റി നവീന രീതിയിലുള്ള അൾത്താരയ്ക്ക് രൂപകൽപ്പന ചെയ്ത് മോടിയാക്കുകയും അൾത്താരയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുസ്വരൂപം ദേവാലയ മുഖപ്പിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അൾത്താര നവീകരണ പ്രവർത്തനങ്ങളും എല്ലാം പൂർത്തിയാക്കി. തുടർന്ന് വികാരിയായി സ്ഥാനമേറ്റത് റവറൻഡ് ഫാദർ ജേക്കബ് പീഡിയക്കൽ അച്ഛനായിരുന്നു. വിശുദ്ധ അന്തോണീസിൻ്റെ പഴയ ചാപ്പൽ പൊളിച്ചു നീക്കി ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ചാപ്പൽ നവീകരിച്ച് പണി തീർത്തത് ബഹുമാനപ്പെട്ട ജേക്കബ് പീഡിയക്കൽ അച്ഛനായിരുന്നു. ഇടവകയുടെ ആത്മീയ ഉന്നമനം ലക്ഷ്യം വെച്ച് സേവനം ആരംഭിച്ച റവറൻഡ് ഫാദർ ആൻ്റണി കൊച്ചുകരിയിൽ ഇടവകയിലെ ഭക്തസംഘടനകളെ സജീവമാക്കുന്നതിനോടൊപ്പം ഇടവക യൂണിറ്റുകൾക്ക് ആരംഭം കുറിച്ചു. 1989-90 കാലഘട്ടത്തിൽ ചുള്ളിക്കൽ ഇടവക അതിർത്തിയിൽ കുടുംബ യൂണിറ്റുകൾ സ്ഥാപിക്കുകയും 1990 ഇടവക പ്രവർത്തനങ്ങളിൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് പാരിഷ് പാസ്റ്ററൽ കൗൺസിലിനും കുടുംബ യൂണിറ്റ് കേന്ദ്ര സമിതിക്കും രൂപം നൽകി. 930 പരം കുടുംബങ്ങളുള്ള ഇടവകയിൽ ഇന്ന് 25 കുടുംബ യൂണിറ്റുകൾ സജീവമായി പ്രവർത്തിക്കുന്നു. ഇടവകയുടെ ഭരണപരമായ കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ സഹായിക്കുന്നതിനായി പാരിഷ് പാസ്റ്ററൽ കൗൺസിൽ പ്രവർത്തിക്കുന്നു. 1990-91 ചുള്ളിക്കൽ സെൻറ്റ് ജോസഫ് ബെത്ലഹേം പള്ളിയുടെ ശതാബ്ദി ആർഭാടപൂർവ്വം ആഘോഷിക്കപ്പെട്ടു. ഇടവകയിലെ നിർധനരായ പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്നതിന് ധനസഹായം നൽകുന്നതിനായി വിവാഹ സഹായ നിധിയും ബഹുമാനപ്പെട്ട ടോമി മണക്കാടച്ചൻ രൂപം നൽകി. തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിനോട് പ്രത്യേക ഭക്ത്യാദരവുകൾ പുലർത്തിയിരുന്ന ഇടവകാംഗങ്ങൾ 1965 മുതൽ തന്നെ എല്ലാ ബുധനാഴ്ചകളിലും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നൊവേനയും പ്രത്യേക പ്രാർത്ഥനയും നടത്തിയിരുന്നു. മാർച്ച് 19 വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണ തിരുനാൾ ഊട്ടുതിരുനാളായി കൊണ്ടാടാൻ തുടങ്ങിയതും ബഹുമാനപ്പെട്ട ആൻ്റണി കൊച്ചുകരിയിൽ അച്ഛൻ്റെ സേവന കാലഘട്ടത്തിലായിരുന്നു. വിശുദ്ധൻ്റെ ഇടവക തിരുനാൾ മെയ് 1 ആചരിച്ചു തുടങ്ങിയതും പട്ടണപ്രദക്ഷിണം ആരംഭിച്ചതും ഈ കാലയളവിലാണ്. റവറൻഡ് ഫാദർ തോമസ് പറത്തറ അച്ഛൻ്റെ സേവന കാലഘട്ടത്തിൽ തൈക്കോട്ടത്ത് ശ്രീ TG ജോർജ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ പള്ളിക്ക് സംഭാവനയായി നൽകി. തുടർന്ന് തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ കുംബ്രിയ ബഹുമാനപ്പെട്ട തോമസ് പറത്തറ അച്ഛൻ സ്ഥാപിച്ചു. ഈ കാലഘട്ടത്തിൽ തന്നെ ഒരു പാരിഷ് ഹാൾ പണി പൂർത്തിയാക്കുകയും ബെത്ലഹേം ഹാൾ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. ഇടവാങ്ങൾക്കായി ഈ ഹാൾ തുറന്നു നൽകുകയും ചെയ്യുകയുണ്ടായി.
റവറൻഡ് ഫാദർ ആൻ്റണി അഞ്ചുതൈക്കൽ ആരംഭിച്ച ഇടവകയിലെ നിർധനരായ ഇടവകങ്ങളുടെ വീടുകൾ പുതുക്കിപ്പണിയുന്നതിനായി സഹായം നൽകുന്ന ഉണ്ണീശോയ്ക്കൊരു ഭവനമെന്ന പദ്ധതിയും നിത്യരോഗികളായ ഇടവകങ്ങൾക്ക് ചികിത്സാ സഹായത്തിനായി ആരംഭിച്ച മെഡിക്കൽ എമർജൻസി ഫണ്ടും പ്രീസ്റ്റ് ഇയർ എഡ്യൂക്കേഷൻ ഫണ്ടും ഇന്ന് ദരിദ്രരായ ഇടവകങ്ങൾക്ക് അത്താണിയായി നിലകൊള്ളുന്നു. ഇടവകയുടെ സാമൂഹിക സേവനത്തിന് സഹായം സ്വരൂപിക്കുന്നതിന് ബഹുമാനപ്പെട്ട ആൻ്റണി അഞ്ചുതൈക്കൽ അച്ഛൻ ആരംഭിച്ച ഒക്ടോബർ മാസത്തെ സ്നേഹക്കാഴ്ച സമാഹരണം ഇന്നും തുടരുന്നു. വിശുദ്ധ അന്തോണീസിൻ്റെ കപ്പേളയ്ക്ക് കിഴക്കുവശത്തായി ഉണ്ടായിരുന്ന പള്ളിവക സ്ഥലത്ത് നവീന രീതിയിലുള്ള ഒരു പുതിയ ദേവാലയം പണിതുയർത്തിയത് ആൻ്റണി അഞ്ചുതൈക്കൽ അച്ഛനായിരുന്നു. മഹാജൂബിലി വർഷമായ 2000 ആണ്ടിൽ ദൈവപരിപാലനയുടെ പുത്രിമാർ എന്ന സന്യാസ സമൂഹത്തിൻ്റെ ഒരു ഭവനം സാഞ്ചോ ഭവൻ എന്ന പേരിൽ ഇടവകയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇടവകയുടെ ആത്മീയ വളർച്ചയിലും ആരാധനാക്രമ ശുശ്രൂഷകളിലും ഈ സന്യാസിനികൾ ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്നു. ചുള്ളിക്കൽ ഇടവകയിൽ 1945 വിശുദ്ധ കുരിശിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ കുരിശിങ്കൽ ചാപ്പലും 1973 പനയപ്പിള്ളിയിൽ സ്ഥാപിതമായ തിരുഹൃദയ ഭക്താലയവും 1976 സ്ഥാപിതമായ സെയിൻറ്റ് തോമസ് ചാപ്പലും ഇടവകയുടെ ആത്മീയ വളർച്ചയിൽ കാര്യമായ പങ്കുവഹിക്കുന്നു. ഇതിൽ കഴുത്തുമുട്ട് സെയിൻറ്റ് തോമസ് ചാപ്പൽ 1990 ഒരു സ്വതന്ത്ര ഇടവകയായി പ്രഖ്യാപിക്കപ്പെട്ടു. ജീർണാവസ്ഥയിലായിരുന്ന ഇടവക ദേവാലയം 2012 പൂർണ്ണമായും പൊളിച്ചു നീക്കപ്പെട്ടു. ഇന്ന് കാണുന്ന അതിമനോഹരമായ ആധുനിക രീതിയിലുള്ള ദേവാലയ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് ജോപ്പൻ അണ്ടിശ്ശേരി അച്ഛനാണ്. 2012 ജനുവരി 26 ആരംഭിച്ച ദേവാലയ നിർമ്മാണം യഥോചിതം പൂർത്തീകരിക്കപ്പെടുകയും 2016 ജനുവരി 30 കൊച്ചി രൂപതാ മെത്രാൻ അഭിവന്യ ജോസഫ് കരിയൽ ആശീർവദിച്ച് പ്രതിഷ്ഠിച്ച് ഇടവക ജനത്തിനായി തുറന്നുകൊടുക്കുകയും ചെയ്തു. പഴയ ദേവാലയത്തിൻ്റെ ബറോക്ക് മാതൃകയിലുള്ള മുഖപ്പിൽ തന്നെ രൂപകൽപ്പന ചെയ്ത പുതിയ ദേവാലയത്തിൽ 3500-ലധികം പേർക്ക് ഒരേ സമയം സൗകര്യപ്രദമായ രീതിയിൽ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് കാട്ടിപ്പറമ്പിൽ അച്ഛൻ പള്ളിക്ക് ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടുകയും ടൈൽ വിരിച്ച് പള്ളിമുറ്റം മനോഹരമാക്കുകയും ചെയ്തു. ഫാദർ പീറ്റർ ചടയങ്ങാട് ആൻഡ്രൂസ് അച്ഛൻ്റെ പിൻഗാമിയായി ചുമതലയേറ്റു. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വർഷാചരണത്തിൻ്റെ നിത്യസ്മാരകമായി പള്ളി അങ്കണത്തിൽ ഗ്രീക്കോ റോമൻ മാതൃകയിലുള്ള ഒരു ഗ്രോട്ടോ പണിത് ഉറങ്ങുന്ന യൗസേപ്പിതാവിൻ്റെ തിരുസ്വരൂപം പ്രതിഷ്ഠ നടത്തി. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ സംരക്ഷണമുള്ള ഇടവകയാണ് ചുള്ളിക്കൽ ഇടവക. ഇടവക മക്കളിൽ നിന്ന് ക്രിസ്തുവിൻ്റെ നിത്യപൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെട്ടവരായി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ മോൺസിഞ്ഞോർ സേവ്യർ ചുള്ളിക്കൽ, റവറൻഡ് ഫാദർ സേവ്യർ ഇരവേലി, റവറൻഡ് ഫാദർ ഇമ്മാനുവൽ ഇരവിയെഴുത്ത്, റവറൻഡ് ഫാദർ വിക്ടോറിനോസ് KV കൊടകുത്തുംപറമ്പിൽ താഴ്ചേരി എന്നിവർ. കർത്തീസൻ സഭാംഗമായിരുന്ന ബ്രദർ ക്ലെമൻറ്റ് കൊയ്ക്കാരപ്പറമ്പിൽ ചുള്ളിക്കൽ ഇടവാംഗമാണ്. ഇന്ന് രൂപതയിൽ സേവനമനുഷ്ഠിക്കുന്ന റവറൻഡ് ഫാദർ മാർക്ക് ആൻ്റണി പുത്തമ്പറമ്പിൽ, റവറൻഡ് ഫാദർ ലൂക്ക് പുത്തമ്പറമ്പിൽ, റവറൻഡ് ഫാദർ ഗ്രിംബാൾഡ് ലന്തപ്പറമ്പിൽ, റവറൻഡ് ഫാദർ ആൻ്റണി നെടുമ്പറമ്പിൽ, റവറൻഡ് ഫാദർ മാക്സൺ കുറ്റിക്കാട്ട് എന്നിവരോടൊപ്പം സലേഷ്യൻ സഭാംഗമായ റവറൻഡ് ഫാദർ പോൾ വെർണിയൽ SDP മിഷണറിയായി സേവനം ചെയ്യുന്നു. സന്യാസ ദൈവവിളികളാലും ഈ ഇടവക അനുഗ്രഹീതമാണ്. കൊച്ചി രൂപതയിലും കേരളത്തിലെ വിവിധ രൂപതകളിലും ഇന്ത്യക്ക് പുറത്തും സേവനമനുഷ്ഠിക്കുന്ന സന്യാസിമാരുടെ ആദ്യ കണ്ണി റവറൻഡ് മദർ മേരി കോൺസ്റ്റൻസ് പുത്തൻപറമ്പിലാണ്. തുടർന്ന് ധാരാളം സന്യാസികളെ സഭാസേവനത്തിന് നൽകാൻ ചുള്ളിക്കൽ ഇടവകയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1990-91 വർഷത്തിൽ ചുള്ളിക്കൽ സെൻറ്റ് ജോസഫ് ബethlehem പള്ളിയുടെ ശതാബ്ദി ആഘോഷം നടത്തുകയുണ്ടായി. 1999 ബഹുമാനപ്പെട്ട തോമസ് പറത്തറ അച്ഛൻ ഇടവകയായി പ്രഖ്യാപിച്ചതിൻ്റെ 25ാം രജത ജൂബിലി വിപുലമായ പരിപാടികളോടെ സഹോഷം ആഘോഷിച്ചു.
2023 നവംബർ 5-ാം തീയതി ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. 6 മാസം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതികൾ ഇടവക ജനം ഒന്നാകെ വിഭാവനം ചെയ്തു. ഇടവകയിലെ നിർധനരായ ഒരു കുടുംബത്തിന് ഭവനം വെച്ചു കൊടുക്കുന്നതും പള്ളിയുടെ താഴെയുള്ള പില്ലർ ഹാളിൽ ശവസംസ്കാരം നടത്തുന്നതിനായി സജ്ജീകരണങ്ങൾ ഏർപ്പാടാക്കുന്നതും ഇതിൽ പെടുന്നവയാണ്. ദൈവകൃപയുടെ ഈ 50-ാമത്തെ വർഷത്തിൽ ദൈവം ഈ കാലഘട്ടങ്ങളിൽ ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും മാതാപിതാക്കൾ പകർന്നു നൽകിയ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ടും അത് പുതിയ തലമുറയ്ക്ക് പുത്തൻ ഉണർവോടെ കൈമാറിക്കൊണ്ടും ചുള്ളിക്കൽ ഇടവക അഭിമാനത്തോടും സംതൃപ്തിയോടും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു.